വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഗോതമ്പടയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അതിനായിട്ട് നമുക്ക് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. അതിന് ഗോതമ്പ് പൊടി 1/2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അരിപ്പൊടി അതേ ഗ്ലാസ്സിൽ തന്നെ 1/2 ഗ്ലാസ്. സാധാരണ അരിപ്പൊടി എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, മല്ലിയില, സവാള ചെറുതായി അരിഞ്ഞത്, തേങ്ങ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം, നല്ല ടേസ്റ്റാണ്. പിന്നെ ക്യാബേജ് ചെറുതായി അരിഞ്ഞത്, രുചിക്ക് ആവശ്യമുള്ള ഉപ്പ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ നെയ്യ് അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യോ എണ്ണയോ ഏതാണെങ്കിലും കുഴപ്പമില്ല, നമുക്കൊരു ടേസ്റ്റ് കിട്ടും. ഇതെല്ലാം കൂടെ മിക്സ് ഒരു വൈൻഡപ്പ് കിട്ടുകയും ചെയ്യും. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ നമ്മൾ എടുക്കാൻ നല്ലൊരു ഭക്ഷണമാണിത്. നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. നല്ല വെട്ടി തിളയ്ക്കുമ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ വെള്ളം ഒഴിച്ച്, ഇത് പച്ചമുളകാണ്, ഒരു പച്ചമുളക് കൂടെ ഞാൻ ചെറുതായി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അതിൽ മുളക് പൊടിയാണെങ്കിൽ അതാണ്, കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മുളക് പൊടി അല്പം ചേർത്താൽ മതി. ഇത് എരിവുണ്ടെങ്കിൽ ഇടയ്ക്ക് കടിക്കുകയൊക്കെ ചെയ്യത്തില്ല, അതുകൊണ്ട്. ഇനി ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് നനച്ചെടുക്കാം. പൊടി മുഴുവൻ നനഞ്ഞ് വരുന്നവരേക്കും വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. അതിന് ഇത്ര കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല വെള്ളത്തിൻ്റെ. ഓരോ പൊടിക്കും അതിനുള്ള വ്യത്യാസം കാണുമല്ലോ. അതിനുശേഷം നമുക്കിത് ആ വലിയ ചൂടൊന്ന് മാറി വരുമല്ലോ, അപ്പം നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിയെക്കാട്ടിൽ കുറച്ച് നയഞ്ഞ രീതിയിലാണ് നമ്മളിത് എടുക്കുന്നത്. ഇനി ദോശക്കൽ വെച്ചിട്ടുണ്ട്. അത് ചെറിയ ചൂടായാൽ മതി, ഒരുപാട് ചൂടായാൽ നമ്മുടെ കൈ പൊള്ളും. അപ്പം വെള്ളം ഒരു പാത്രത്തിലെടുത്തിട്ട് നമുക്ക് അതിൽ കൈ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് തൊട്ട് ഇതുപോലെ കനം കുറച്ച് പരത്തിയെടുക്കണം. അപ്പം വാഴയില ഉണ്ടെങ്കിൽ അതാണ് സൗകര്യം. നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടാണെങ്കിൽ വാഴയിലയ്ക്കകത്ത് അല്പം എണ്ണ തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ പരത്തിയെടുത്തിട്ട് കലയിലോട്ട് വെച്ചാൽ മതിയാകും. അപ്പോൾ ഇങ്ങനെ ഏറ്റവും തിന്നായിട്ട് നമുക്കിത് പരത്തിയെടുക്കാം. ഒന്ന് ചൂടായതിന് ശേഷം നമുക്കതിന് മുകളിലായിട്ട് അല്പം നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒന്ന് കൊടുക്കാം, അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം. ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് തയ്യാറാക്കാനായിട്ട്. നമ്മുടെ ഗോതമ്പ് അടയോ റൊട്ടിയെന്നോ ഒക്കെ ഇത് നമുക്ക് പറയാം. റെഡി ആയിട്ടുണ്ട്. ബാക്കിയിരിക്കുന്ന മാവും നമുക്കിതുപോലെ തയ്യാറാക്കാവുന്നേ ഉള്ളൂ. ഈ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളെപ്പോഴും ഇത് കല്ലേൽ വെച്ച് പരത്താനായിട്ട്. നമുക്കിതിന് സൈഡ് ഡിഷ് ഒന്നും ഇല്ലെങ്കിൽ, ചട്നി ഒന്നും ഇല്ലെങ്കിൽ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ ഈസി ആയിട്ട് നമുക്കിതുപോലെ തയ്യാറാക്കാം. ഡിന്നറോ അല്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു ഗോതമ്പടയാണിത്. അപ്പോൾ ഇന്നത്തെ ഗോതമ്പടയുടെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടി വീണ്ടും കാണാം അല്ലേ.